സാറിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെച്ചാല് സാറ് എപ്പോ എല്ലാ ദിവസവും രാവിലെ വാട്സപ്പിൽ ഇരുന്ന മോട്ടിവേഷൻ വേർഡ്സിട്ട് അതൊരുപാട് എന്താ പറയാ എൻ്റെ ജീവിതത്തിൽ കുറേ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട്. പഠിക്കുമ്പോൾ ശരിക്കും കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇനി റിസൾട്ട് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി പഠിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനെ ഒരു തോന്നാൻ പാടില്ല. എന്തായാലും നമ്മളെ ഫാമിലിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. കാരണം ഓരോ ടൈമും ഫെയിൽഡായി പോകുമ്പോഴും നമുക്കൊരു സപ്പോർട്ടിന് അവരുണ്ടാവണം. ഹായ്, നമ്മളോടൊപ്പം ഇന്നുള്ളത് സാലിമയാണ്. കൊമേഴ്സ് സബ്ജക്റ്റിൽ JRF ജൂൺ 2025 സൈക്കിളിൽ നേടിയ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ I+ന്റെ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരോടും ചോദിക്കാറുള്ളതാണ് ഈ ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ടപ്പോൾ സൂചിപ്പിച്ചിരുന്നു. എങ്കിൽ പോലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഏത് വർഷമാണ് പാസ് ഔട്ട് ആയത്, എത്രാമത്തെ അറ്റംപ്റ്റിലാണ് ഇപ്പോൾ JRFലേക്ക് എത്താൻ പറ്റിയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ആദ്യമായിട്ട് സാറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ സാറിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെച്ചാല് സാറ് എപ്പോ എല്ലാ ദിവസവും രാവിലെ വാട്സപ്പിൽ ഇരുന്ന മോട്ടിവേഷൻ വേർഡ്സിട്ട് അതൊരുപാട് എന്താ പറയാ എൻ്റെ ജീവിതത്തിൽ കുറേ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഫെയിൽഡ് ആകുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഇനിയും പഠിക്കണം, വാങ്ങണം അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഓരോ വേർഡ്സ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളിലല്ലേ വരാം. ഞാൻ പഠിച്ചത് സർ സെയ്ദ് കോളേജിലാണ്. 2017 PG പാസ് ഔട്ടാണ്. അതിനുശേഷം കുറേ ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് എനിക്കിപ്പോൾ JRF കിട്ടുന്നത്. ആക്ച്വലി ഞാൻ PG സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞ്, പിന്നെ അപ്പം തന്നെ മോളുമായി. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ലേ ഇനി എന്ത് ചെയ്യണോ ഒന്നും. അത് കഴിഞ്ഞ് കുറേ ഒരു 5-6 വർഷത്തിന് ശേഷമാണ് ഞാൻ നെറ്റ് ചെയ്താൽ എനിക്ക് ഒരു ടീച്ചിങ് ജോബിലേക്ക് പോകാനാണ് താല്പര്യം ഉണ്ടായത്. അപ്പോൾ എന്തായാലും നെറ്റ് വേണമല്ലോ. ഇവിടെ പോകുമ്പോൾ നെറ്റ് ഇല്ലെങ്കിൽ എന്തായാലും കിട്ടൂല. അതുകൊണ്ട് പിന്നെ നെറ്റിലേക്ക് വന്നതാണ്. അപ്പം ആദ്യം ഇതിലേക്ക് വരുമ്പോൾ എനിക്കൊന്നും അറിയില്ല, ഏതാ സിലബസ് എന്താ പഠിക്കേണ്ടത് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ സാറിൻ്റെ കുറേ വീഡിയോസ്, ആ പേപ്പർ 1 സാർ ആ വീഡിയോസാണ് ഞാൻ ആദ്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാത്ത കുറേ ഭാഗങ്ങൾ ഈസി ആയിട്ട് നമുക്ക് വേഗം ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും ആ വീഡിയോ കാണുമ്പോൾ തന്നെ. അങ്ങനെയാണ് പിന്നെ ആ ക്ലാസ് തന്നെ ഞാനിങ്ങനെ ഫോളോ ചെയ്ത് വന്നത്. അങ്ങനെയാണ് ഈ I+ലേക്ക് എത്തിപ്പെട്ടത്. സാലിമ ഇപ്പോൾ പറഞ്ഞു രാവിലെ എൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു മോട്ടിവേഷൻ തോന്നി എന്നുള്ളത്. അതുപോലെ എനിക്ക് ഉറപ്പുണ്ട് സാലിമയുടെ ഈ സ്റ്റോറി ഇന്ന് ഈ ഇൻ്റർവ്യൂ കാണുന്ന കുറേ പേരെങ്കിലും അമ്മമാരായിട്ട് പഠനത്തിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ട് ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ തിരിച്ചെത്തി പഠിച്ച് നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എന്തായാലും നമ്മളെ ഫാമിലിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. കാരണം ഓരോ ടൈമും ഫെയിൽഡായി പോകുമ്പോഴും നമുക്കൊരു സപ്പോർട്ടിന് അവരുണ്ടാവണം. ഇപ്പം സമയം കണ്ടെത്താനാണെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടുകാർ ഇപ്പം എല്ലാം പഠിച്ചോ എന്ന് പറയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ അല്ലേ, പഠിക്കണം. പിന്നെ ഹസ്ബൻഡിനാണ് ഞാൻ എന്നേക്കാളും JRF വാങ്ങണം, എനിക്ക് ജസ്റ്റ് ഒരു നെറ്റ് വേണമെന്നേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നെറ്റല്ല, JRF വേണ്ടത്. നെറ്റ് കിട്ടിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. JRF വേണമെന്നുള്ള ആ ഒരു തോന്നൽ. അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹത്തിന്റെ പേരും കൂടി പറയാമോ? എന്താ പറയാ, എന്തിപ്പോ ഞാന് പൊതുവെ ക്ലാസ്സിനൊന്നും ജോയിൻ ചെയ്യേണ്ട, സെൽഫ് സ്റ്റഡി ആയിട്ട് യൂട്യൂബ് നോക്കിയിട്ട് ജസ്റ്റ് പഠിച്ചാൽ മതി, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും കിട്ടുന്നൊന്നും ഉറപ്പില്ലല്ലോ. കാരണം ആകെ ഓൺലി 6% അല്ലെങ്കിൽ 1% JRF എന്തായാലും കിട്ടാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ വെറുതെ എന്തിനാണ് ഒരു ഫീ കളയുന്ന, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായത്. പക്ഷെ എന്നാലും എന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും, ഇല്ല ചേർന്നോ നമുക്ക് നോക്കാം, നീക്ക് എന്തായാലും അടുത്തെത്തുന്നുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഈ ക്ലാസ്സിനും എല്ലാം ഇതാക്കിയത് മൊത്തം സപ്പോർട്ട് വന്നത് തന്നെ. തീർച്ചയായിട്ടും ക്രെഡിറ്റ് അദ്ദേഹത്തിനും കൂടി അവകാശപ്പെട്ടതാണ്. എല്ലാവരും വീട്ടിൽ നിന്നാണെങ്കിലും ഒരു എക്സാം എടുത്താലും ഭയങ്കര സപ്പോർട്ടാണ്, ഫുൾ ടൈം പഠിക്കാൻ തന്നെ. അത്രക്കും ഞാൻ എഫേർട്ട് ഇട്ടോണ്ടാണ് എനിക്കിത് കിട്ടിയെന്ന് തന്നെ പറയാം. ഞാനിപ്പോ വീട്ടിൽ വന്നപ്പോഴും കണ്ടു സാലിമയുടെ വിജയത്തിന് പുറകില് തിളക്കമുള്ള സന്തോഷമുള്ള കുറേ മുഖങ്ങൾ ഇവിടെ ഈ ഒരു മതിലിന് പുറകില് നിപ്പുണ്ട് കേട്ടോ. നിങ്ങൾ ക്യാമറയിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഹസ്ബൻഡിന്റെ ഫാമിലി ആണെങ്കിലും അതുപോലെ തന്നെ. ഇപ്പൊ ഓരോ എക്സാം ഞാൻ പോയിട്ട് വന്നാലും ഇപ്രാവശ്യം കിട്ടോ അത് കേൾക്കുമ്പോ എനിക്ക് അത് ഇപ്രാവശ്യം കിട്ടിയാ മതി. ടെൻഷൻ ആവുമെങ്കിൽ പോലും ഒരു ഫുൾ സപ്പോർട്ടുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അത് ഒരുപാട് പേർക്ക് കിട്ടുന്ന ഭാഗ്യമല്ല, പലപ്പോഴും പലർക്കും അത് മിസ്സിങ് ആണ്. സാലിമയ്ക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി. ഈ ഒരു ജേർണിയിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഓഫ് കോഴ്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും എങ്ങനെ ഇത്രയും അറ്റംപ്റ്റുകൾ നടത്താനായിട്ടുള്ളൊരു നമുക്ക് തന്നെ ഒരു
ഒരു പരിശ്രമം നടത്താനുള്ള മനസ്സ് വേണമല്ലോ, അതെങ്ങനെ നേടിയെടുത്തു? ഇപ്പൊ നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് എനിക്കത് വേണം, എനിക്കത് കിട്ടണം എന്ന് ആഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾ എന്തായാലും അതിനു വേണ്ടി കഷ്ടപ്പെടും. എനിക്കൊരിക്കലും പഠിക്കുന്നത് കഷ്ടപ്പെടായി തോന്നിയിട്ടില്ല. പക്ഷെ ഒരു എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു സമയമില്ലേ, ഓരോ റിസൾട്ട് വരുമ്പോൾ നമ്മൾ വരുന്നില്ല, നമ്മൾ ഫെയിൽഡ് ആകുമ്പോൾ ആ ഒരു 2-3 ദിവസം എനിക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നില്ല. അല്ലാണ്ട് എനിക്ക് പഠിക്കുന്നതിനോട് ഒരു ഇഷ്ടപ്പെട്ട് പഠിച്ചത് തന്നെയാണ്. പക്ഷെ ആ ഒരു റിസൾട്ട് വരുന്നതും പിന്നെ എനിക്ക് എക്സാം ഉള്ള എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ടൈം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റൂല. ലാസ്റ്റത്തെ ആ ഒരു 10 ക്വസ്റ്റ്യൻസ് എന്തായാലും എനിക്ക് അറ്റൻഡ് ചെയ്യാനേ പറ്റാണ്ടായി. നമ്മുടെ കേസ് സ്റ്റഡിയുടെ അതാണ് എനിക്ക് കിട്ടാണ്ടാവില്ല. അത് അങ്ങനെയുള്ള ആ ഒരു സന്ദർഭങ്ങളിലാണ് എനിക്ക് ഭയങ്കര ടെൻഷനും ഇതല്ലേ. ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അപ്പൊ അതെനിക്ക് എന്തായാലും കിട്ടും. ഞാൻ ഇത്രയും എത്തിയില്ലേ, ഇനി കുറച്ചും കൂടി ശ്രമിച്ചാൽ എനിക്ക് എന്തായാലും എത്താൻ പറ്റും എന്നുള്ളൊരു മനസ്സിലുണ്ട്. എന്നിട്ട് ആ ടൈം മാനേജ് ചെയ്യുന്നത് ഇത്തവണത്തെ പരീക്ഷയിലൊക്കെ എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു? എന്താ ചെയ്തത്? സാർ ഇപ്പം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം അറിയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി, മറ്റേ DI ഫസ്റ്റ് ചെയ്തിട്ട് വെറുതെ സമയം കളയണ്ട സാർ അധികം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം, ഒന്ന് തുടങ്ങി തന്നെ പോകണം. എനിക്ക് എല്ലാണ്ട് ഞാൻ എപ്പം പോകും വിചാരിക്കൂ, എക്സാം ഹോളിൽ എത്തുന്നവർ വിചാരിക്കൂ ഇപ്രാവശ്യം DI എന്തായാലും തൊടണ്ട, ലാസ്റ്റ് തൊട്ടാ മതി, ഇത് വേണ്ട, എനിക്ക് ഇങ്ങനെ വിചാരിക്കും. പക്ഷെ അവിടെ എത്തിയാൽ ഇതെനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയല്ല, എന്തായാലും ചെയ്യാം. പിന്നെ എൻ്റെ സമയം മൊത്തം പോയിട്ടുണ്ടാവും, പിന്നെ ഞാൻ ഫുൾ ടെൻഷൻ ഉണ്ടാവും. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഉണ്ടാവില്ലേ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് ആ ലാസ്റ്റ് പാസേജ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് മാത്രം ഞാൻ എന്തിനാ ഇങ്ങനെ കളയുന്നത്? ആ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ എനിക്ക് എന്തായാലും JRF നേടാം. അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം ഞാൻ എന്തായാലും DI തൊടില്ല, അത് എനിക്ക് എത്ര ഈസി ആയിക്കോട്ട് ഞാൻ എന്തായാലും നോക്കൂല എന്നുള്ളൊരു തീരുമാനം എടുത്ത്. അതുപോലെ തന്നെ ഞാൻ എന്താക്കി ലാസ്റ്റാണ് DIയിലേക്ക് പോയത്. അവിടെ എനിക്ക് നല്ല സമയം ഉണ്ടായി. എൻ്റെ എക്സാം ഇപ്രാവശ്യം എനിക്കൊരു സാറ്റിസ്ഫാക്ഷനോടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം തന്നെ, നമ്മൾ ഈ സെയിം ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ സെയിം റിസൾട്ട് തന്നെ കിട്ടുള്ളൂ. ഇമ്പ്രൂവ്മെന്റ് കൊണ്ട് ഞാൻ പറയുന്നത് എത്ര എത്തിയാലും അവിടെ എത്തിയാലേ വിചാരിക്കും DI കാണുന്നത് ഇത് ചെയ്യാൻ കഴിയും, ഇതെന്തായാലും പ്രാവശ്യം ചെയ്യാൻ കഴിയും. എന്തായാലും ആ ഒരു ചേഞ്ച് വരുത്തി, അതുകൊണ്ട് തന്നെ JRF എന്നുള്ള റിസൾട്ടിലേക്കും എത്താൻ പറ്റിയല്ലേ. പിന്നെ എല്ലാ പ്രാവശ്യം എഴുതുന്നോറും എനിക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് കട്ട് ഓഫും ഇൻക്രീസ് ചെയ്ത് പോകുന്നു. കാര്യം കുട്ടികൾ ഓരോ വർഷവും പഠന നിലവാരം മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ നോം റെഫറൻസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോ ഇപ്പൊ 1 പഠിക്കുന്നതാണല്ലോ, കൂടെ പഠിക്കുന്നവര് അതെ അവരുമായിട്ടുള്ള കമ്പാരിസൺ കൂടി ഉണ്ടല്ലോ. പിന്നെ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇനി റിസൾട്ട് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി പഠിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനെ ഒരു തോന്നാൻ പാടില്ല. ഞാൻ നല്ലോണം പഠിച്ചു എന്നിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഇതാകുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. അതെ, നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് എടുക്കാം. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല, അതെന്റെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. പേപ്പർ 2 ഡിഫിക്കൽട്ട് ഏരിയകൾ ഏതായിരുന്നു? എനിക്ക് പേപ്പർ 2 പൊതുവെ എനിക്ക് മാർക്ക് കൂടുതൽ പേപ്പർ 2 ഉണ്ടാവില്ലേ. പേപ്പർ 1 ആണ് ഞാൻ ഭയങ്കര വീക്കായിട്ട് ഉണ്ടായത്. പേപ്പർ 2 എനിക്ക് ഇൻകം ടാക്സ് ലോ അത്യാവശ്യം സിമ്പിളാണ്. ഇൻകം ടാക്സ് എനിക്ക് ഏറ്റവും ടഫായി, ഞാൻ അത് എപ്പം വിട്ടുകളയണം. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എന്താക്കി അതിനും കൂടി കുറച്ച് എഫേർട്ട് കൊടുത്തിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവർക്കും ഈസി ഉള്ളത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ടഫായത് പഠിച്ചാൽ നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് ഉണ്ടാവാൻ പറ്റും. നമ്മൾ എന്തായാലും അതെ ആ കൂട്ടത്തിൽ നിന്ന് മുന്നോട്ടെത്താൻ വേണ്ടിയിട്ടുള്ള മിടുക്കി. അതുപോലെ DI എളുപ്പമാണെന്ന് പറഞ്ഞു. DI മുൻപ് തന്നെ മാത്സ് ഇഷ്ടമായിരുന്നോ, എളുപ്പമായിരുന്നോ, അതോ DI കഷ്ടപ്പെട്ട് പഠിച്ച് എത്തിയ ആളാണോ? പഠിച്ച് എത്തിയത് ഒന്നാമത് സാർ പറഞ്ഞില്ലേ, പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് അതെന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മുടെ മാത്സിലും വിട്ടില്ലേ, പിന്നെ ആ ഒരു ഫീൽഡ്, പിന്നെ എല്ലാം കാൽക്കുലേറ്റർ അതെല്ലാം നമ്മുടെ ടൈം. പക്ഷെ എനിക്ക് ഇപ്പോഴും അതിന് ടൈം ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ എനിക്ക് ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എങ്കിൽ പോലും ചോദ്യങ്ങൾ ശരിയാക്കാനായിട്ട് എന്താ ചെയ്യേണ്ട വേലും അറിയാം. പക്ഷെ ഒന്നാമത്തെ എക്സാമുകൾ നമുക്കൊരു വേറെ തന്നെയല്ലേ, ഈ 3 മണിക്കൂറിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കിട്ടണം. അതെ, അതുകൊണ്ടൊരു ഇത് അല്ലാതെ പ്രാക്ടീസിലൂടെ റെഡിയാക്കി എടുത്ത ആള് തന്നെയല്ലേ. എല്ലാ ലൈവ് വീഡിയോ സാറിന്റെ എല്ലാ ലൈവ് വീഡിയോയിലും എല്ലാ ക്ലാസ്സും നമ്മുടെ എക്സാം എടുത്ത് കുറെ എല്ലാവരും അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, റെഗുലർ ആയിട്ട് പഠിച്ചു തന്നെ നേടിയതാണല്ലേ. കാര്യം ഒരുപാട് കണക്കിന് DIയെ പേടിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പരാതി അല്ലെ, സങ്കടം പറച്ചില്ല, DI കിട്ടില്ല എന്നാ പേടി ഉണ്ടായാലും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കിട്ടും എന്നുള്ളതാണ് സലിമ പ്രൂവ് ചെയ്തിരിക്കുന്നത് അല്ലേ. എങ്ങനെയാണ്
ഫാമിലിയും കൂടി മാനേജ് ചെയ്ത് പഠിച്ചെത്തിയത്. കുഞ്ഞു മോള് ഇവിടെ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ അടുത്തുണ്ടായിരുന്നു. ഉമ്മച്ചി പരീക്ഷയ്ക്കായിട്ട് പോകുമ്പോൾ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കൂടെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പം ആളുടെ പഠനവും ഒരാളെ വളർത്തിയെടുക്കുന്നത് ഒരു ടൈം ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു കാര്യമാണല്ലോ. അതോടൊപ്പം എങ്ങനെ ടൈം കണ്ടെത്തി? അത് മോളും എനിക്ക് നല്ല സപ്പോർട്ട്, പിന്നെ എൻ്റെ ഫാമിലിയും ഞാൻ പറഞ്ഞല്ലോ മൊത്തം സപ്പോർട്ടാന്ന്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അതിനെ കൊണ്ട് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ മോളിപ്പം പറയും എനക്കാണെന്ന് വെച്ചാൽ ഇങ്ങനെ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കാം അങ്ങനത്തെ ഒന്നും എനിക്ക് അങ്ങനെ കഴിയില്ല. ഞാൻ കുറേ ശ്രമിക്കും, ഓരോ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് ചെയ്ത് വെച്ച്. പക്ഷെ പിന്നെ അതെനിക്ക് റെഫർ ചെയ്യൽ ഭയങ്കര ഒരു മടിയുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇപ്പൊ I+ലെ ക്ലാസ് എല്ലാം റെക്കോർഡഡ് അല്ലേ, അപ്പൊ ഞാനത് ഒന്നും കൂടി പ്ലേ ചെയ്ത് എനിക്ക് സമയം കിട്ടുന്ന ടൈമിൽ ഞാൻ എങ്ങനെ പ്ലേ ചെയ്ത് കാണുക. അപ്പൊ എൻ്റെ മോളെ എന്നെ കളിയാക്കിയിട്ട് പറയും, ഓ കേട്ട് മടുത്ത്, വെൽക്കം ടു I+, വെൽക്കം ടു അങ്ങനെ വെൽക്കം ടു I+ മുന്നിലും വന്നിട്ടുണ്ടല്ലേ. ഞാൻ ഓരോ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് മടുത്ത്, ഇത് എപ്പാ തീരാ അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം ആവർത്തിച്ച് കണ്ട് പല ടൈപ്പിലുള്ള ലേണേഴ്സ് ഉണ്ട്. എല്ലാവരും ഒരേ ടൈപ്പ് ലേണേഴ്സ് ആവണമെന്നില്ല. അതെ, പക്ഷെ ഞാൻ റിവിഷനും ഇല്ലും ഞാൻ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ആദ്യം ഒന്നും കൂടി അതിന്റെ തന്നെ റിവൈസ് കേട്ടും കണ്ടും പഠിക്കുന്ന ടൈപ്പ് ലേണർ ആവുന്നതുകൊണ്ടും ഒരു പരിമിതി. യൂട്യൂബ് ക്ലാസ് അതെ അതെ, നമ്മുടെ സ്റ്റൈല് കണ്ടെത്തുക, പോരായ്മകൾ ഇമ്പ്രൂവ് ചെയ്യുക, അത് ഏറ്റവും നന്നായിട്ട് സലിമ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോയിന്റുകളിൽ നിന്നൊക്കെ തന്നെ എനിക്കത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. സാറ് I+നെ കുറിച്ച് പറയാനാണെങ്കിൽ സാർ ഇപ്പൊ വീഡിയോ ഇപ്പൊ ഞാനിപ്പോ 6ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് JRF കിട്ടുന്നത്. 3 പ്രാവശ്യം നെറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് പിന്നെ 4ാമത്തെ പ്രാവശ്യം JRF ഇടക്ക് നെറ്റ് കിട്ടുന്നത്. അപ്പൊ സാറ് ഓരോ പ്രാവശ്യം ഞാൻ I+ ഇങ്ങനെ റിന്യൂ ചെയ്ത് ആകെ ചെറിയൊരു ഫീലാണ് സാർ എന്താക്കും റിന്യൂ ചെയ്ത് തരുന്നത്. അത് ഒരുപാട് ടൈംസ്. അല്ല, അത് പഠിക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് അതാ. ഇപ്പം ഡിസേർവിംഗ് ആയിട്ട് പഠിക്കാൻ മനസ്സുള്ള, എഫേർട്ട് എടുക്കുന്ന, ആ കോഴ്സിലെ കണ്ടന്റ് ഉപയോഗിക്കുന്ന ഒരാളാണ്, അയാൾക്ക് ഒരു തവണയും കൂടി കൊടുത്ത് JRFലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ടീം ഒന്നാകെ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ. അത് പ്രയോജനപ്പെട്ടു എന്ന് അറിയുന്നതിൽ അത് കവിഞ്ഞൊരു സന്തോഷം പണത്തിന് എന്തായാലും തരാൻ പറ്റില്ല. ഭയങ്കര വൈഡ് അല്ലേ, അപ്പൊ ഇത് മൊത്തം കവർ ചെയ്ത് ഇങ്ങനെ ഒരു തീരില്ല. അപ്പൊ ഈ I+ എന്നുള്ളത് നമ്മൾ അതിൽ തന്നെ ഫുള്ളായിട്ടായി. അപ്പം വേറും നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അത് മാത്രമല്ല, പരീക്ഷകൾ കഴിയുമ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സാം റിലേറ്റഡ് ആകുമ്പോൾ കുറെ പുതിയ വീഡിയോസും കുറെ അയച്ചിരുന്നുണ്ടല്ലോ. അതെല്ലാം സന്തോഷം അത് ഉപയോഗപ്പെടുത്തുന്നതിന്. അതുപോലെ ചോദ്യങ്ങളും ഇപ്പോൾ ഒരു 15,000-ന് മുകളിലുണ്ട് വിത്ത് എക്സ്പ്ലനേഷൻ. അതെ, ടെസ്റ്റ് സീരീസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ ഏകദേശം നമുക്കായി. തീർച്ചയായിട്ടും. പിന്നെ കുറച്ച് ലക്കി ഫാക്ടറും അവിടുന്ന് ഉണ്ടാവും. അതെ, എക്സാം ഉറപ്പായിട്ടും ആ ഒരു 3 മണിക്കൂറിലെ നമ്മുടെ പെർഫോമൻസ് ഉറപ്പായിട്ടും. ഒന്നും കൂടി എക്സാം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും അതെ ഇതേ ചോദ്യം തന്നെ ആയാലും പാസ്സായേനെ എന്നുള്ളത്. നമ്മുടെ ഈ കുട്ടികളോട് ഇനി ഒരുപാട് പേര് ഈ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ടല്ലോ, അവരോട് സലിമയ്ക്ക് എന്താ പറയാനുള്ളത്? വെച്ചാൽ നമുക്കൊരു ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹമുണ്ട്. അത് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ദിവസം അത് കിട്ടും. അല്ലാണ്ട് നമ്മൾ 1 പ്രാവശ്യം ഫെയിൽഡായി 2 പ്രാവശ്യം ഫെയിൽഡായിട്ട് പോകുമ്പോൾ അത് വിട്ട് കളയാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതെന്തായാലും കിട്ടൂലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും ഒരുപാട് പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. പഠനം അവസാനിക്കുന്നില്ല. PhDക്കായിട്ടൊക്കെ ഇനിയും ജോയിൻ ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകണമല്ലോ. അപ്പോൾ മുന്നോട്ടുള്ള ജേർണിയിൽ എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഞങ്ങളെ ഹോസ്റ്റ് ചെയ്ത ഫാമിലിയോടും പ്രത്യേകമായിട്ട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സപ്പോർട്ടായിട്ട് നിന്നതിനും എല്ലാത്തിനും. മുന്നോട്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.